നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിന് പങ്കെടുക്കാനായില്ല. സ്ഥലപരിമിതിയുള്ളതിനാൽ വാഹനത്തിൽ കയറാനായില്ല എന്നാണ് അബ്ദുൽ സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞത്. SPG ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. റോഡ് ഷോയിൽ പങ്കെടുക്കാനാകാത്തതിന്റെ അതൃപ്തി അബ്ദുൽ സലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം റോഡ് ഷോ തുടങ്ങുന്ന 5 വിളക്ക് പരിസരത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം മോദിയോടൊപ്പം പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. നമുക്ക് അപ്പോൾ പൊന്നാനി, മലപ്പുറം 2 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 സ്ഥാനാർത്ഥികളും ഒന്നിച്ചാണ്. റോഡ് ഷോ എങ്ങനെയാണ് ക്രമീകരിച്ചത്? റോഡ് ഷോ സംസ്ഥാന അധ്യക്ഷൻ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ റോഡ് ഷോ തുടങ്ങിയപ്പോൾ വാഹനത്തിൽ അബ്ദുൽ സലാമിനിടവില്ല. BJP സംസ്ഥാന അധ്യക്ഷനും പൊന്നാനിയിലെയും പാലക്കാട്ടെയും സ്ഥാനാർത്ഥികളും വാഹനത്തിലുണ്ടായിരുന്നു. 18 കോടി പ്രവർത്തകരുള്ള പാർട്ടിയിൽ എല്ലാവർക്കും മോദിയോടൊപ്പം പങ്കെടുക്കാനാകില്ലല്ലോ എന്ന ചോദ്യമാണ് അബ്ദുൽ സലാമിന്റെ ഇതിനോടുള്ള പ്രതികരണം. വണ്ടി കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അത് കാര്യമില്ല, ഞങ്ങൾ എത്ര പേരുള്ളതാണ്. അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞു, ഇത്രയും വലിയ 18 കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അത് പ്ലാൻ ചെയ്താലും ബസ്സായിരിക്കും. BJPയുടെ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥിയും ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനുമാണ് അബ്ദുൽ സലാം. റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തി നിരാശനായി മടങ്ങിയതിൽ അബ്ദുൽ സലാം പാർട്ടിയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.